ഞാപ്പോ എവിടുന്നാ വയറൊക്കെ നിറച്ചിട്ട് വരുന്നത്? വയറ് നിറച്ചിട്ടാ? ഞാന് ഇത്തിൻ്റെത്താടക്ക് പോയതേ ഞാനും കൂടി കാണാൻ വേണ്ടിട്ട്. ഇത്തിൻ്റെത്താക്ക് വെച്ചല്ലോ. എന്നിട്ട് അപ്പൊ ഞാനും കൂടിയും പോയതാണ്. രാവിലെ പോയിക്കണ്. രാവിലെ ചായ തന്ന് ഉച്ചവരെ വർത്താനം പറഞ്ഞ് ഇന്നിട്ട് ചോറൊക്കെ വെച്ച്. പിന്നെ ഇനി ഉമ്മ എന്നോട് പറഞ്ഞു ഇജ്ജി പൊയ്ക്കോ, ചോറൊക്കെ വെച്ചില്ലേ. അപ്പൊ അമ്മാന്റെ അറിയുമ്പോ ചായ കുടിച്ച് കുടിച്ച് പോവാന്ന്. അപ്പം പറയാ പറ്റൂല, ഇജ്ജി വരെ പൊയ്ക്കോ, ആ മൂത്തിൻ്റെയൊക്കെ മാങ്ങ ഉള്ളതാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ചെക്കൻ തരും വാവ ഒക്കെ കുടിക്ക് കൊണ്ടുപോകുമായിരുന്നു. അത് ശരി, മാങ്ങ പൊറുക്കുവെച്ചിട്ട് വന്നാലേ. അപ്പൊ ഞാനിത് പോന്നതാണ്. അത് ശരി. അപ്പൊ ഇനി അവിടെ നിക്കാനും വെച്ച ഇജ്ജി ഒരു വരും പറഞ്ഞ കാരനെ മാങ്ങ പൊട്ടിക്കൂല്ലേ വന്നതാണ്. എന്നോട് പറയാൻ തിത്തിൻ താത്താക്ക് എന്താ വെച്ചാൽ വെച്ചായി തിത്തിൻ താത്താക്ക് ശ്വാസം മുട്ടായിരുന്നു. അങ്ങനെ തിത്തിൻ താത്താനെ ഒരിക്കൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ പിന്നെയും പറയും 2 മാസം കഴിഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ കൊറേ ആയി കാണിക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ തിത്തിൻ താത്താന്റെ മക്കളൊക്കെ വലിയ പണക്കാരാണല്ലോ. അപ്പൊ ഓര് വന്നപ്പോ ഓര് പറഞ്ഞ് എപ്പോഴും ചെന്നാലും ഈ മരുന്ന് തന്നെയല്ലേ കൊടുക്കുന്നത്, ഇനി കൊണ്ടാവാണ്ട. അങ്ങനെ തിത്തിൻ താത്താക്ക് ഒരു ആ മരുന്ന് തന്നെ മേടിച്ചു കൊടുത്തു. അങ്ങനെ തിത്തിൻ താത്താക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ തിത്തിൻ താത്ത പിന്നെ ആ ഡോക്ടറെ കാണിക്കാൻ പോക്കില്ല. അങ്ങനെ കൊറേ എന്നെ കൊണ്ടുവരുമോ തിത്തിൻ താത്താനെ കാണാനില്ല. തിത്തിൻ താത്ത കുഴഞ്ഞ് വീണ് കിടക്കുന്നു. അപ്പൊ പിന്നെ ഒരാ ഡോക്ടറെ കൊണ്ടുപോയി. അപ്പൊ എന്നോട് പറയാനേ വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിലോ ആ വണ്ടിയെ ഇങ്ങോട്ട് ആ വണ്ടി അങ്ങനെ ഒഴുകി നിക്കല്ലേ. ഇങ്ങോട്ടുന്നോ വണ്ടി പോയിക്കോട്ടെ. വലിയ ലോറിയാടാ. വലിയ ലോറിയാ? ആയി ഞാൻ എടുക്കാം. എന്നിട്ടേ എന്നോട് പറയാനേ ഇല്ലാത്താക്ക് പിന്നെ അവിടെ വീണ് കിടക്കണ്ട അത്ര. അങ്ങനെ നോക്കുമ്പോ ഒരാ ഡോക്ടറേക്ക് കൊണ്ടുപോയി. ഡോക്ടറേക്ക് കൊണ്ടുപോയപ്പോ ഡോക്ടറോട് എത്ര പിന്നെ എന്താ നിങ്ങള് 1 മാസം കഴിഞ്ഞ് കാണിക്കാൻ വരാന്ന് ചോദിച്ചു. അപ്പൊ അത്ര നിങ്ങള് ഡോക്ടറോട് പറഞ്ഞത്ര എല്ലാ മാസം വരുമ്പോ നിങ്ങൾ ആ മരുന്നല്ലേ കൊടുക്കാൻ പറഞ്ഞത്, അപ്പൊ ഞങ്ങൾ ഇനി കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞേ എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചികിത്സിച്ചാൽ മതിയല്ലോ, ഇതിലെന്തെങ്കിലും ഇങ്ങോട്ട് കൊടുന്നു. നോക്കുമ്പോ അതൊന്നല്ലാതെ പുകല്. ഡോക്ടർ ഒരിക്കൽ ചെന്നാ 1 മാസം കഴിഞ്ഞാ അടുത്ത മാസം വരാൻ പറയില്ലേ. അത് അപ്പൊ അവിടെ പറഞ്ഞിട്ടേ ഇങ്ങനെ മരുന്നിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവരത്ര ഡോക്ടറ്. ഈ പൊട്ടന്മാര് വിചാരിച്ചിക്കണ് ഈ മാസമല്ലേ ഇതും കൊടുക്കണ്, ആ മാസമല്ലേ ഇത് കൊടുക്കണ്. അപ്പൊ ഓരോ സ്ട്രോങ് ഉള്ള മരുന്ന് തന്നെ ഇതിന്റെ അത്താക്ക് ഇങ്ങനെ മാസം മേടിച്ചു. ഡോക്ടറെ കാണിച്ചില്ല. പിന്നെ ഇതിന്റെ കുഴഞ്ഞു വീണും ചെയ്തില്ലേ. അപ്പൊ ഉമ്മാനോട് എല്ലാരും പറഞ്ഞീന് ഡോക്ടർ പറഞ്ഞ മാറ്റനെ മരുന്നൊക്കെ ചെയ്തോണ്ടിട്ടാ. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ. ഇവര് വിചാരിച്ചു ഡോക്ടർ ഈ മരുന്ന് തന്നെ അതന്നെ അടുത്ത മാസം ഈ മരുന്ന് തന്നെ. അങ്ങനെ തിത്തിന്റെ അതൊക്കെ വജ്ജാതായി മാനേ. ഉമ്മ അവിടെ കുറെ പാത്രങ്ങളൊക്കെ മോറാണ്ട് അതൊക്കെ മോറും ചെയ്യും, എന്തെങ്കിലും കൊടുക്കും ചെയ്യും. പറഞ്ഞയച്ചാണ് കിട്ടിയല്ലോ പോയിക്കോ ഞാൻ വരണ്ട് ഉമ്മ ഒന്നും യാതാണ്ട് നമ്മള് പാത്രം മോറും തിരുമ്പണൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിട്ട് പോകുന്നതാ. അല്ല എന്തപ്പ എന്റെ മൂത്തമ്മാന്റെ മൂത്താപ്പാന്റെ പാട് ഞാൻ കൊറേ ചോദിക്കണം. പഴയ മരിയല്ലടാ മൂത്താപ്പാക്ക് വെച്ച മൂത്താപ്പാടത്ത് ഞങ്ങൾ ഇനി പോണച്ചിട്ട് ഇനി പോണം. ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ആയല്ലോ. മൂത്തമ്മാക്കേ ഇപ്പൊ എന്താണ് കണ്ണ് കാണാനായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണേ. അപ്പൊ ആ കണ്ണാടൊക്കെ വെച്ചിട്ട് ഇരിക്കണ കറുത്ത കണ്ണാടൊക്കെ വെച്ചിട്ട് നാളെ മൂത്തമാക്ക് ഭയങ്കര പവർ നോക്കണേ കറുത്ത കണ്ണാട വെച്ചിട്ട് അപ്പള അമ്മ പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഇരിക്കുന്നു. പവറാട്ടി മൂത്തമ്മ കഴിയാ. അപ്പൊ മൂത്താപ്പ അവിടെ പാത്തിരിക്കും, പാത്രം ഒക്കെ മുറിച്ച് അവിടെ അവിടെ പെരയിലെ ആളില്ലല്ലോ. അപ്പൊ പാത്രവും അടിച്ചവരൊക്കെ ചെയ്യുന്നു. മൂത്താപ്പ ഞാൻ എന്റെ പെരയിൽ ചെയ്യണാലും മൂത്താപ്പ അവിടെയും ചെയ്യുന്നു.
ഞങ്ങളെ കണ്ടപ്പോ മൂത്താപ്പ വേഗം ചൂലാണ് ഇട്ടു ഇങ്ങോട്ട് കേരുന്നോളിയും എന്നിട്ട് ഞാൻ പറയും മൂത്താപ്പ അടിച്ചവരാണില്ലേ ചേച്ചി എന്നോട് കുഞ്ഞാപ്പോ ഞാൻ ചൂരിട്ട് മാറ്റി വെച്ചതാണ് പലവനാണ് ഞങ്ങൾ കണ്ടു നിങ്ങള് കാണാതിരിക്കാനോ മാതിരി ഞങ്ങളോട് പറയാം എന്നാ ആയിക്കോട്ടെ. അല്ല ഇനിയിപ്പോ എന്താണ് എന്റെ പരിപാടി ഇന്ന്? ഞാൻ പെരേക്ക് പോവാണ്. ഞാൻ മാങ്ങന്റെ കൊടുത്ത് പോയിക്കോ. മാങ്ങ ഒന്നും വീണില്ല കുഞ്ഞാപ്പോ. നീ വീണ്ടെങ്കിലും എന്റെ മാങ്ങ എനിക്ക് വേണ്ട. എന്നാ ആയിക്കോട്ടെ. ഇനിയിപ്പോ എപ്പോഴാ കാണുക? നാളെ വരുവോ? വയറ് കൊളത്തി പിടിച്ചിട്ടാ നടക്കാനും വെച്ച ആ തിന്നത് നല്ല കൂടിക്കണല്ലോ അല്ലേ? എന്റെ ഉമ്മ ഉണ്ടാക്കി എത്ര രസം ഉണ്ടാവൂല കൂട്ടാന്. അത് ശരി. കൊടുത്ത കൂട്ടാൻ നല്ല രസമുണ്ട്. എന്നായിക്കോട്ടെ കുഞ്ഞാപ്പൂച്ചി പോയിക്കൊന്നാ. അവിടെ പോയി കിടക്കട്ടെ. ആ